ലോക ഫുട്ബോളിലെ ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല പേരുകളും നമ്മളുടെ മനസ്സിൽ ഓടിയെത്തിയേക്കാം. ഫ്രാങ്കോ ബരേസി, പൗലോ മാൽഡീനി, റിയോ ഫെർഡിനാൻഡ്, വിഡിച്ച്, പിക്കെ പുയോൾ, അങ്ങനെ കുറച്ച് പേരുകൾ. പക്ഷേ ഒരു യഥാർത്ഥ ചെൽസി ആരാധകനോട് തന്റെ ക്ലബിൽ കളിച്ച ഏറ്റവും മികച്ച ഡിഫൻസീവ് ഡുവോ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഒരുപക്ഷെ രണ്ട് പേരുകളായിരിക്കും. അതിലൊന്ന് സ്വാഭാവികമായും അവരുടെ ക്യാപ്റ്റനും ലീഡറും ലെജൻഡുമായിരുന്ന സാക്ഷാൽ ജോൺ ടെറിയും, മറ്റൊന്ന് പോർച്ചുഗീസ് ഫുട്ബോൾ ലെജൻഡായ സാക്ഷാൽ റിക്കാർഡോ കർവാലിയോയുമായിരിക്കും. ചെൽസിയുടെ ഏറ്റവും മികച്ച ഡിഫൻസീവ് ഡുവോയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, മറിച്ച് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പുകളിൽ ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാക്ഷാൽ ജോസെ മറീനോയുടെ ചെൽസിയിലേക്കുള്ള വരവിന് ശേഷം ക്ലബിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിരുന്നു. അതിനായി ആരംഭഘട്ടത്തിൽ അദ്ദേഹം എടുത്ത ആദ്യ സ്റ്റെപ്പുകളിലൊന്ന് പോർട്ടോയിൽ നിന്നും റിക്കാർഡോ കർവാലിയോ എന്ന തന്റെ വിശ്വസ്തനായ സ്റ്റുഡന്റിനെ ടീമിലെത്തിക്കുക എന്നതായിരുന്നു. പോർട്ടോയിൽ ഇരുവരും ഒരുമിച്ച് നേടിയെടുത്ത നേട്ടങ്ങൾ വളരെ അവിശ്വസനീയമായിരുന്നതുകൊണ്ട് തന്നെ ജോസെ മറീനിയോ കർവാലിയോയിൽ വളരെയധികം സന്തുഷ്ടനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രോപ്പർ മറീനിയോ ബോയ് ആയിരുന്നു കർവാലിയോ. വർഷം 2004 ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം ടീമിലെത്തുമ്പോൾ സാക്ഷാൽ ജോൺ ടെറി ഇംഗ്ലീഷ് ക്ലബിന്റെ പ്രധാന ഡിഫൻഡർ ആയിരുന്നു. മാത്രമല്ല ജോസെ അദ്ദേഹത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. മറീനിയോയെ സംബന്ധിച്ച് തനിക്ക് തന്റെ ടീമിൽ ലഭിച്ചിരിക്കുന്നത് അന്നത്തെ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരെയാണെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് നല്ലവണ്ണം ഉണ്ടായിരുന്നു. മത്സരത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനപ്പുറത്തേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഫിസിക്കൽ മികവും ടെറിയെ 2004-05 സീസണിൽ കൂടുതൽ ശ്രദ്ധേയനാക്കിയപ്പോൾ സാക്ഷാൽ കർവാലിയോയുടെ ഇന്റലിജൻസും പാസിംഗും അവയർനെസ്സും ടീമിനെ മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. എന്നാൽ ഈ ഒരു സഖ്യം ഇത്ര പെട്ടെന്ന് തന്നെ ശക്തമായ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. കർവാലിയോ ടെറി സഖ്യത്തിന്റെ മികവിനെ ചൂണ്ടിക്കാണിക്കാൻ വെറും ഒരൊറ്റ സീസൺ തന്നെ ധാരാളമായിരുന്നു. തന്റെ ഒപ്പോണൻസിനെ സംബന്ധിച്ച് മറ്റേത് ടീമിനേക്കാളും ചെൽസിക്കെതിരെ ഗോൾ നേടുക എന്നത് ഒരു യഥാർത്ഥ തലവേദനയായി മാറി. 2004-05 സീസണിൽ അവർ നേടിയെടുത്തത് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഇൻക്രെഡിബിളായ ഡിഫൻസീവ് റെക്കോർഡായിരുന്നു. ചെൽസി ഈ സീസണിൽ ലീഗിൽ കൺസീഡ് ചെയ്തത് വെറും 15 ഗോളുകൾ മാത്രമായിരുന്നു. ലീഗിലെ 38 മത്സരങ്ങളിൽ 29 എണ്ണത്തിൽ വിജയിച്ചപ്പോൾ വെറും ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് അവർ തോറ്റത്. ഇതേ സീസണിൽ 95 പോയിന്റോടെ പ്രീമിയർ ലീഗിൽ ജേതാക്കളായി ഫിനിഷ് ചെയ്തപ്പോൾ രണ്ടാം സ്ഥാനക്കാരേക്കാൾ 12 പോയിന്റ് മുന്നിലായിരുന്നു ചെൽസി. തീർത്തും കരുത്തുറ്റ മുന്നേറ്റ നിരയുടെ മികച്ച പ്രകടനങ്ങൾക്കപ്പുറത്തേക്ക് ടെറി കർവാലിയോ പാർട്ട്ണർഷിപ്പിന്റെ സോളിഡായ ഡിഫൻസിന്റെയും മറീനോയുടെ ടാക്ടിക്കൽ ബ്രില്യൻസിന്റെയും ബലത്തിൽ ചെൽസി നേടിയെടുത്തത് അവരുടെ 50 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഫസ്റ്റ് ഡിവിഷൻ കിരീടമായിരുന്നു. തീർന്നില്ല, തൊട്ടടുത്ത സീസണിലും ചെൽസി തന്നെയായിരുന്നു പ്രീമിയർ ലീഗിലെ രാജാക്കന്മാരായത്. കൂടാതെ 2004 മുതൽ 2016 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ FA കപ്പ് കിരീടവും 2 EFL കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും ടെറി കർവാലിയോ ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പ് നേടിയെടുത്തു. നിർഭാഗ്യവശാൽ 2007-08 സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഇരുവരെയും സംബന്ധിച്ച് ഒരു മോശം അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ക്യാപ്റ്റനായ ജോൺ ടെറി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു ക്രൂഷ്യൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ കന്നി കിരീടമായിരുന്നു നിർഭാഗ്യവശാൽ ചെൽസിക്ക് കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമായത്. പക്ഷേ അവരുടെ പാർട്ട്ണർഷിപ്പിലെ വെറും ഒരേ ഒരു ബ്ലാക്ക് മാർക്ക് മാത്രമായിരുന്നു അത്. അതിനപ്പുറത്തേക്ക് ആ ഡുവോ പ്രീമിയർ ലീഗിൽ കുറിച്ചത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. ചെൽസിയെ യൂറോപ്യൻ ശക്തികളാക്കുന്നതിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജാക്കന്മാരാക്കുന്നതിൽ അവരുടെ പങ്ക് അത്രത്തോളം നിർണായകമായിരുന്നു. ജോൺ ടെറി കർവാലിയോ സഖ്യം തീർത്തും വിജയകരമാകാനുള്ള കാരണം അവരുടെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയും ഏരിയൽ എബിലിറ്റിയും അതിനപ്പുറത്തേക്ക് ഓരോ മത്സരത്തെയും സോളിഡായി സമീപിക്കാനുള്ള എലൈറ്റ് മെന്റാലിറ്റിയുമായിരുന്നു.